നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ 6 മണിക്ക് തന്നെ നമ്മുടെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡിന്റെ പരിപാടിയും ഉച്ചക്കലത്തെ ഫുഡിന്റെ പരിപാടിയും ഒക്കെ ഒരുമിച്ച് തന്നെ പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ വിളക്കുവയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് തുടങ്ങിയിട്ടുള്ള ഒരു അസുഖമാണ് കാൻഡിൽ കത്തിച്ച് വെക്കുക എന്നുള്ളത് കേട്ടോ. നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് ഈ ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവില്ല എന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, എങ്കിലും കേട്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വക പരിപാടിയും ഒരു ചെറിയ നടത്തം കൂടി കഴിഞ്ഞിട്ട് നമുക്കിനി അടുക്കളയിൽ വന്ന് കുക്കിംഗ് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ ഞാൻ തീ പിടിപ്പിക്കാനൊന്നും നിന്നില്ല, നേരെ ഗ്യാസുമ്മലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് വേവ്, ഒരു 5 മിനിറ്റ് മാക്സിമം അത്രയും മതി കേട്ടോ. കാരണം വെള്ളരിയാണ് ഈ വട്ടം റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിനെ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറ് കേടാവും. അതുകൊണ്ട് ഒരു മീഡിയം വേവിലേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരി വെന്ത് ചോറ് വാർത്തതിന് ശേഷം ഞാൻ നമ്മുടെ പുട്ടെടുത്തിട്ട് ആവി കയറ്റാൻ വെച്ചു കേട്ടോ. പുട്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു. ബാക്കി എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഇന്ന് കഴിക്കാനുള്ള പുട്ടും കൂടി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ പുട്ടെടുത്ത് ആവി കെട്ടിയ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു. കൂട്ടത്തിൽ 2 പഴം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ തോല് പൊളിച്ചിട്ട് പുട്ടിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അതും അവിടെ ഇരുന്ന് പുഴുങ്ങി ചെത്താവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ ഉപ്പേരി വെക്കുന്നത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. ഉള്ളിത്തണ്ട് സാധാരണ ഫ്രൈഡ് റൈസിലൊക്കെ ഇടാൻ വാങ്ങുന്നുണ്ടെങ്കിലും ഇതുപോലെ ഉപ്പേരി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് അമ്മ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. മുട്ടയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇത് അരിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. കാരണം ഇത് നല്ല രസമുണ്ട് അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ മുട്ടയൊക്കെ ഇട്ട് നമ്മളൊരു തോരൻ അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി അമ്മേനെ പറഞ്ഞു വിട്ടിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന അയില കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ അയില നന്നാക്കി വൃത്തിയാക്കി കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ അരി ഉഴുന്നും കൈയോടെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വൈകി കഴിഞ്ഞാൽ ഞാൻ മറന്നു പോവും. അതുകൊണ്ട് ഓർത്തപ്പോൾ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഒന്ന് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാൽ ചായയും പിന്നെ നേരെ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ പണികൾ പെട്ടെന്ന് ഒതുക്കി നമുക്കിനി നമ്മുടെ ക്ലീനിങ്ങിലോട്ട് അങ്ങോട്ട് കിടക്കാം. ഇന്ന് നാം ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടിന്നുകളൊക്കെ വൃത്തിയാക്കി അതിൽ സാധനങ്ങൾ നിറച്ചു വെക്കലാണ് കേട്ടോ. കടയിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി ടിന്നുകൾ മൊത്തം കാലിയായിട്ടിരിക്കുകയാണ്. ചിലതിൽ ചില സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി എല്ലാ ടിന്നെടുത്ത് കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അടുക്കളയിലെ എല്ലാ ടിന്നുകളും എടുത്ത് കഴുകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും നമ്മുടെ കബോർഡിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് കഴുകാനുള്ള പരിപാടി തുടങ്ങിയത്. എല്ലാം നമ്മുടെ സിങ്കിൽ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഓണത്തിനായിരുന്നു കേട്ടോ എല്ലാ ടിന്നുകളും എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം കാലിയാവുന്ന ടിന്നുകൾ എടുക്കും, കഴുകും, ഉണക്കും, സാധനം നിറച്ച് വയ്ക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളൂ. ഈ വട്ടം കബോർഡൊക്കെ മൊത്തത്തിൽ എടുത്തൊന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് പറ വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പം എന്തായാലും മൊത്തം ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വാങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലീനിങ് ഓരോ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വയ്യാണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ചെറുതായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. സ്വതവേ നമ്മുടെ ക്ലീനിങ് എന്ന് പറയുന്നത് മടുപ്പ് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. എത്രയൊക്കെ ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനെന്ന് പറഞ്ഞാലും ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ വട്ടായി തുടങ്ങും. അതുകൊണ്ട് എല്ലാം കൂടി വലിച്ചു വാരിയിട്ട് ഒരു ക്ലീനിങ് ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. എനിക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്, അതുപോലെ എനിക്ക് എപ്പോഴാണോ നല്ല മൂഡിൽ ഞാൻ ഇരിക്കുന്നത്, അപ്പം മാത്രമേ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങാനുള്ളൂ. അല്ലെങ്കിൽ എല്ലാ സാധനം കൂടി വലിച്ചു വാരി ഇടുന്ന സമയത്തായിരിക്കും ഇത് മുഴുവൻ ഒതുക്കണ്ടേന്നുള്ളൊരു ബോറടിയും അതുപോലെ തന്നെ ഒരു ജാതിയും ഇഷ്ടമൊക്കെ വരിക. അങ്ങനെയുള്ള സമയത്തൊന്നും തന്നെ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ നീണ്ടു പോകും ക്ലീനിങ്. ഈ കബോർഡ് ഒതുക്കലും അങ്ങനെ കുറച്ച് ദിവസമായിട്ടോ നീണ്ടു പോയിട്ട്. സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു മടി കൊണ്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പറയൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അധികം മടി പിടിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. പറ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും മുഴുവൻ ക്ലീൻ ചെയ്യണം. വീട്ടിൽ പറ കയറ്റുന്നതാണല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ കുറച്ച് ദിവസം ചെയ്തു തുടങ്ങുന്നതാണ്. അമ്മയ്ക്കിപ്പോൾ ലീവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ടിന്നോളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ ഒരു ഓറഞ്ച് പാത്രം പോയി എടുത്തോളുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് 2-3 പാത്രങ്ങൾ കയ്യിൽ പിടിച്ച് കൊണ്ടുവന്ന് വെക്കാമെന്നാണ്. പിന്നെ ഓർത്തപ്പോൾ വിചാരിച്ചു എന്തിനാ വെറുതെ ഇരട്ടിപ്പണി എടുക്കുന്നത്, ഒരു പാത്രം എടുത്തോളം അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഭൂരിഭാഗം സാധനങ്ങളും നമുക്ക് കൊണ്ടാക്കിയാന്ന്.
ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ സുലുമായി ഒരു അലമാര അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേടായ അലമാരയാണ്. അതിൻ്റെ അവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഷീറ്റ് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടുണ്ട്. അച്ഛൻ്റെ 2 മുണ്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ കൊള്ളുന്ന സാധനങ്ങളുള്ളൂ. അപ്പോൾ വെറുതെ വെയിൽ കൊണ്ട് മുകളിലോട്ട് പോകണ്ടല്ലോ. ഇവിടെ ഈ സമയത്ത് നല്ല വെയിലുണ്ടാവും കേട്ടോ. ഒരു 11:30 മുതൽ തന്നെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ എന്തായാലും കമത്തിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ അടിയിൽ വെക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും കയറി ഇറങ്ങണ്ടേ. അങ്ങനെ 2 ട്രിപ്പായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. 11 മണി തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വെയിലത്ത് കൊണ്ട് വെച്ചതിന് ശേഷം എനിക്കിനി അലക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നേരെ പോയി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കബോർഡ് മൊത്തത്തിൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്ലീനിങ്ങിനായിട്ട് വരുമ്പോൾ അപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പോയി കുളിച്ചാൽ മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരുപാട് പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഡെയിലി തുടയ്ക്കുന്നതാണ്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. കബോർഡിൻ്റെ മുകളിലത്തെ സെക്ഷനിൽ എണ്ണക്കുപ്പി, വിനാഗിരി അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് ക്ലീനിങ്ങിന് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്ലീനിങ്ങിലോട്ട് കിടക്കാം. ക്ലീനിങ്ങിന് കയറിയപ്പോൾ തന്നെ ഞാൻ മുഖത്തൊരു ടവല് കെട്ടുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുഖത്ത് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പൊടിയുടെ എന്തെങ്കിലും ഒരു അംശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം മുതൽ ഞാൻ തുമ്മി തുടങ്ങും കേട്ടോ. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റിയില്ല. പൊടിയൊന്നും അധികം ഉണ്ടാവില്ല, എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൊടിയൊക്കെ ഉള്ള ഏരിയയാണെങ്കിൽ മുഖത്ത് മാത്രമല്ല കേട്ടോ, തലയിലും എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്യാറുണ്ട്. കാരണം തലയിലേക്കും പൊടിയുടെ ഈ മാറാല പോലുള്ള ഐറ്റംസ് അടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് താരം വരും കേട്ടോ. അതുകൊണ്ട് അതൊന്നും എടുക്കാണ്ടിരിക്കാൻ ചെയ്യാറുണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് പൊടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു നമ്മുടെ ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു മാറാല കുഞ്ഞി ചൂല്. അപ്പം അത് വെച്ച് ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല രസമുണ്ട്. അത് വെച്ചായിരുന്നു ഇന്നത്തെ എൻ്റെ ക്ലീനിങ് പരിപാടി. അങ്ങനെ കബോർഡൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഉണ്ണിതേ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു. കാരണം എപ്പോഴും പണിയെടുത്താൽ പോരല്ലോ, ഇടയ്ക്ക് ഓരോ ഇടവേളകളൊക്കെ വേണ്ടേ. അങ്ങനെ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പേപ്പർ ഇടുന്നുണ്ട് കേട്ടോ. അടിഭാഗത്തൊക്കെ ഒരു ഷീറ്റ് ഉണ്ട്. ഷീറ്റ് ഞാൻ കഴുകി ഇട്ടിട്ടുണ്ട്. മുകളിൽ പേപ്പറാണ് ഇട്ടിട്ടുള്ളത്. ആ ഏരിയ ഒതുക്കിയതിന് ശേഷം ഇനി നമുക്ക് പോയി നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് വരാം കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങൾ വരെ പഴുത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കൈക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. പിന്നെ ഒരുവിധം പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് എടുക്കുന്നില്ല കേട്ടോ. കുറച്ചീശ കൊണ്ടുവന്ന് നിറച്ചിട്ട് അങ്ങനെ തന്നെ അത് കബോർഡിൽ കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ എടുത്തോണ്ടെന്ന് ഞാൻ അകത്തില്ല കേട്ടോ, പുറത്ത് തന്നെ ഇരുന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും വെയിലത്ത് വെച്ചതല്ലേ, എന്തെങ്കിലും പൊടി അതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചൊരു നല്ല തോർത്തെടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പരിപ്പ്, പയറ്, കടല അങ്ങനത്തെ ഐറ്റംസാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. പരിപ്പ് നമ്മൾ 1 കിലോ വാങ്ങിക്കും, ബാക്കിയൊക്കെ 1/2 കിലോ ഇതേ വാങ്ങാറുള്ളൂ. മറ്റേതിനൊന്നും അങ്ങനെ ചിലവില്ല. പക്ഷെ പരിപ്പ് നല്ല രീതിയിൽ നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പണ്ടും അതെ ഇപ്പോഴും അതെ, ഏതെങ്കിലും ഒരു ജോലി ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരലും അത് അതാത് സ്ഥാനത്ത് എടുത്തു വെക്കലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുക്കിപ്പറക്കി ഒതുക്കി വെക്കലും അതുപോലെ സാധനങ്ങൾ വാങ്ങാൻ പോകലും. പണ്ടും ഒരു ബഹളം ഇല്ലാണ്ടും വഴക്കില്ലാണ്ടും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അത് എടുത്തു വെക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെക്കൽ ഒരു നീണ്ട നേരത്തെ പ്രോസസ്സായിരുന്നു. കാരണം അത്യാവശ്യം ടൈം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഉണ്ണിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. തമാശയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ആളുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് അവളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ വോയിസ് എടുക്കാതിരിക്കുന്ന സമയത്തെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കും. പക്ഷെ വോയിസ് കൊടുക്കാനുള്ള ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളതും ആയിരിക്കില്ല കേട്ടോ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയോ പ്ലാൻ ചെയ്യും, ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് എഴുന്നേക്കുന്ന സമയത്ത് കയ്യൊരു ഇടി ഇടിച്ചു കേട്ടോ ചുമരുമ്മ പോയിട്ട്. അത്യാവശ്യം നല്ല വേദന എടുക്കുന്നുണ്ട്. ശരിക്കും സ്വർഗം കണ്ടു ഞാൻ, അത്രയും വേദന എടുത്തു കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ഇടി കൊടുക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് നല്ല വേദന എടുക്കുന്നുണ്ട്. പെട്ടെന്ന് പോയി കൈയടിച്ചല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളും. അതൊക്കെ നമുക്ക് മാറ്റി നിർത്തി ഇനി നമുക്ക് നമ്മുടെ അടുക്കിപ്പറക്കൽ വീണ്ടും തുടങ്ങാം കേട്ടോ. വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ടിന്നുകളൊക്കെ വാങ്ങാനുള്ള പ്ലാനിലിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു അതിങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നിറം മങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഗ്ലാസ് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തട്ടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റീലിലോട്ട് എത്തുന്നത്.
ആദ്യം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലാണ് കേട്ടോ തപ്പിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നമ്മൾ നോക്കുന്ന മോഡലൊന്നും ഉണ്ടായിരുന്നില്ല. അധികം സ്റ്റീലിൻ്റെ ഇങ്ങനെ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ടിന്നുകളാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, എന്തായിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നെങ്കിലും നമ്മൾ അറിയണ്ടേ. അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടും ആമസോണും തപ്പിയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മീഷോ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മീഷോയിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നതല്ല വരുന്നത്, വേറെ എന്തൊക്കെയോ ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ തപ്പി തപ്പി നമ്മൾ ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 1 വർഷത്തിന് മേളിലായിട്ടോ നമ്മളിത് വാങ്ങിയിട്ട്. അധികം തുരുമ്പും കയറിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഭാഗം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതിനെന്തെങ്കിലും പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും അതിനും ഒരു കുഴപ്പമില്ലാണ്ട് പോണുണ്ട് കേട്ടോ. പിന്നെ എന്നേക്കാൾ നന്നായി അമ്മ നല്ല രീതിയിൽ നമ്മുടെ പാത്രങ്ങൾ നോക്കും കേട്ടോ. അമ്മ എപ്പോഴും ഇത് വൃത്തിയിൽ കൊണ്ടുപോകും. അതും ഒരു കാരണമാണ് കേട്ടോ ഇത്രയും ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ അടുക്കിപ്പറക്കൽ ഇതേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടയിൽ ഉണ്ണിയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം കഴിഞ്ഞു. പിന്നെ നമ്മുടെ മസാല ബോക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതും കൂടി ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതും. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പൈസ കുറവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സെക്ഷൻ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്, ബാക്കി വീഡിയോസൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് സെക്ഷനിൽ പറയാനായിട്ട് മറക്കരുത്. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.